സൂര്യഗ്രഹണം നടക്കുമ്പോൾ മൃഗങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? പലതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് നിരവധി ശാസ്ത്ര പ്രബന്ധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത്. അവയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ശാസ്ത്ര പ്രബന്ധങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. 1932 ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുന്നത്. ഒബ്സർവേഷൻസ് ഓൺ ദ ബിഹേവിയർ ഓഫ് ആനിമൽസ് ഡ്യൂറിങ് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര്. എന്നാൽ അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1851 സ്വീഡനിൽ ഇത്തരത്തിലുള്ള ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഉറുമ്പുകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഗവേഷണം നടപ്പിലാക്കിയത്. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ഉറുമ്പുകളുടെ ഒരു വലിയ കൂട്ടം വെളിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഉറുമ്പുകളുടെ തോളിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഭക്ഷ്യ സാധനങ്ങൾ, പ്രത്യേകിച്ചും പഞ്ചസാര പോലുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ സൂര്യഗ്രഹണം നടക്കുന്ന ആ സമയത്ത് ആ ഉറുമ്പുകളൊക്കെ തന്നെയും നിശ്ചലമാവുകയാണ് ഉണ്ടായത്. സൂര്യഗ്രഹണത്തിന് ശേഷം പതിവ് പോലെ സാധാരണഗതിയിൽ തന്നെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 1932 പബ്ലിഷ് ചെയ്ത ആ ശാസ്ത്ര പ്രബന്ധത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. അതിൽ കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 1932 അമേരിക്കയിൽ അന്ന് സൂര്യഗ്രഹണം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പാറ്റകൾ ധാരാളമായിട്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. രാത്രികാലങ്ങളിൽ ആ സമയങ്ങളിലൊക്കെ അവിടെ പാറ്റകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെ ആയിരുന്നു. പക്ഷേ രാത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പാറ്റകൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് രാത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് വെളിയിലേക്ക് വന്നതാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പഠനം നടക്കുകയുണ്ടായി. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എൻറ്റമോളജിസ്റ്റ് ആയിരുന്നു, അതായത് ഇൻസെക്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയായ വില്യം മൂളറാണ് ആ ഗവേഷണം നടത്തിയത്. ആ ഗവേഷണത്തിനു വേണ്ടി അദ്ദേഹം 500ഓളം വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അദ്ദേഹം നേരിട്ടായിരുന്നില്ല ആ 500 മൃഗങ്ങളെ അല്ലെങ്കിൽ 500 ജീവജാലങ്ങളെ നിരീക്ഷിച്ചത്. അത് അസാധ്യമായ കാര്യമാണ്. കാരണം സൂര്യഗ്രഹണം നടക്കുന്നത് ഏതാനും നിമിഷങ്ങൾ നേരത്തേക്ക് മാത്രമാണ്. ആ സമയത്ത് 500 ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ 500 ജീവജാലങ്ങളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചിട്ടായിരുന്നു അദ്ദേഹം ഈ പഠനങ്ങൾ നടത്തിയത്. അത് ക്യാമറയൊന്നും ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പലപ്പോഴും പലർക്കും സാധ്യമായിരുന്നില്ല. പലരും കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായമായിട്ട് പറയുകയായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി. പക്ഷേ അതിന് ഒരു ശാസ്ത്ര പ്രബന്ധമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നില്ല. ആളുകൾ കണ്ടു പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. ആളുകൾ പറയുന്നത് എല്ലാം ശരിയാകണമെന്നില്ല, ചിലരില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും വരാം. അതുകൊണ്ട് ആ പേപ്പറിലെ പോയിന്റുകളൊന്നും തന്നെ ഞാനിവിടെ പരാമർശിക്കുന്നില്ല. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പഠനം തന്നെ ആയിരുന്നു, പക്ഷേ അത് സയൻറ്റിഫിക് അല്ലാത്തത് കൊണ്ട് പരാമർശിക്കുന്നില്ല. നമുക്ക് 1932 ആ പബ്ലിഷ് ചെയ്ത സയൻറ്റിഫിക് പേപ്പറിലെ മറ്റൊരു പോയിന്റ് കൂടെ പറയാം. അത് ഈച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ്. ഈച്ചകൾ അത് അസാധ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. നമുക്കാണ് അറിയാവുന്നത് ഇപ്പോൾ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നുവെന്ന്. മുൻപ് നടന്നിട്ടുള്ള പല സൂര്യഗ്രഹണത്തിൻ്റെ അടിസ്ഥാനത്തിലും ആസ്ട്രോണമിക്കലായിട്ടുള്ള കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ ഒരു പ്രവചനം നടത്തുന്നത്. പക്ഷേ ഇത് മറ്റ് ചില മൃഗങ്ങൾക്ക് സാധ്യമാകുമോ? പ്രത്യേകിച്ചും ഈച്ചകൾക്ക് സാധ്യമാകുമോ? ഈച്ചകൾക്ക് സാധ്യമാകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഈച്ചകൾ സൂര്യഗ്രഹണം നടക്കുന്നതിന് മുൻപ് തന്നെ വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങി. അതുവരെ സാധാരണഗതിയിലിരുന്ന ഈച്ചകൾ സൂര്യഗ്രഹണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വിചിത്രമായ രീതിയിൽ പറക്കാൻ തുടങ്ങി. വളരെയധികം പരിഭ്രമത്തോടു കൂടി പറക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്തും അവർ അതുതന്നെ തുടർന്ന് പോവുകയായിരുന്നു. പിന്നീട് അവ ശാന്തമാകുന്നത് സൂര്യഗ്രഹണത്തിന് ശേഷം മാത്രമാണ്. എങ്ങനെയാണ് അവയ്ക്ക് സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധ്യമായത്? നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഉത്തരവും ലഭ്യമല്ല. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഈ വിഷയത്തിൽ തന്നെ ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് ജെയിൻ ഗുഡാൽ എന്ന് പറയുന്ന ഒരു ഗവേഷകയാണ്. അവർ ചിമ്പാൻസിയിലാണ് ഗവേഷണം നടത്തിയത്. ചിമ്പാൻസികൾ മനുഷ്യരെങ്ങനെയാണോ പെരുമാറുന്നത് ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. ചിമ്പാൻസികൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സൂര്യഗ്രഹണം നടക്കുന്നതിനെക്കുറിച്ച്. സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് മാത്രമാണ് അവരത് റിയലൈസ് ചെയ്യുന്നത്. സൂര്യഗ്രഹണം നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അടുത്തുള്ള ആളുകളെ വിളിച്ച് അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുക. ചിമ്പാൻസികളും അതുതന്നെയാണ്. എന്തോ വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസം നടക്കുന്നു, അത് തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ അതുമല്ലെങ്കിൽ മക്കളെയോ വിളിച്ച് കാണിക്കുകയാണ് ഉണ്ടായത്. ബബൂണുകൾ കുറച്ചുകൂടെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്. അവർക്ക് അതൊരു അത്ഭുതമായിട്ടല്ല, അവർക്കൊരു ഭയമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ബബൂണുകൾ ഭയമുണ്ടാകുമ്പോൾ അടുത്തുള്ള ബബൂണുകളുടെ ദേഹത്തുള്ള പേനിനെ അല്ലെങ്കിൽ ഈരിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ പരിഭ്രാന്തരായിട്ട് അടുത്തുണ്ടായിരുന്ന മറ്റ് ബബൂൺസിൻ്റെ ശരീരം പരിശോധിച്ച് അതിലടങ്ങിയിരിക്കുന്ന പേനുകളെ കൊല്ലാനാണ് അവർ ശ്രമിച്ചത്. 1991 പബ്ലിഷ് ചെയ്ത ഒരു ശാസ്ത്ര പ്രബന്ധമനുസരിച്ച് ഓന്തുകൾ സൂര്യഗ്രഹണം നടക്കുന്ന ആ സമയത്ത് അവർ കണ്ണുകൾ ബലമായിട്ട് മുറുക്കെ അടയ്ക്കുന്നതാണ്. സൂര്യഗ്രഹണത്തിന് ശേഷം അവർ കണ്ണുകൾ പതിവ് പോലെ തന്നെ തുറക്കുന്നതുമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക രാത്രിയായി, ഇനി അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി അവർ കണ്ണുകൾ അടച്ചതായിരിക്കുമെന്നാണ്. എങ്കിൽ വിചിത്രമായ കാര്യം മറ്റൊന്നാണ്. രാത്രികാലങ്ങളിൽ അവർ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കാറില്ല. കണ്ണുകൾ അടയ്ക്കാറുണ്ട്, പക്ഷേ രാത്രിയായ ഉടൻ തന്നെ, നേരം ഇരുട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ കണ്ണുകൾ അടയ്ക്കുന്ന പതിവൊന്നുമില്ല. ഇടയ്ക്കെങ്ങാനും കുറച്ചു നേരം കണ്ണുകൾ അടച്ചാലായി. 2009 ചൈനയിലെ ചില ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗവേഷണം നടത്തുകയുണ്ടായി. അത് പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തതുമാണ്. അതനുസരിച്ച് ഈ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് പക്ഷികൾ അവരുടെ ശബ്ദം മാറ്റുന്നു. സാധാരണഗതിയിൽ അത് കരയുന്നത് പോലെ അല്ലെങ്കിൽ പാടുന്നത് പോലെ അല്ല സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് പാടിയത്. ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവ ഇങ്ങനെ ശബ്ദം മാറ്റാറില്ല. സൂര്യഗ്രഹണം നടന്നപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം പ്രകടിപ്പിച്ചത്. 1994 ചിലന്തികളുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. ആ പ്രബന്ധം അനുസരിച്ച് ചിലന്തികൾ വളരെ അഗ്രസീവായിട്ടാണ് പെരുമാറിയത്. അതായത് അവർ നെയ്തുകൊണ്ടിരുന്ന ആ വല അവ തന്നെ നശിപ്പിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട്. സൂര്യഗ്രഹണം മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പഴയതുപോലെ തന്നെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. 2020 ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. 2017 നടന്ന ഒരു സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ആ പഠനം. അത് വളരെ വിപുലമായി നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് തന്നെയായിരുന്നു. ഒരുപാട് മൃഗങ്ങളെ, വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് സൂ അല്ലെങ്കിൽ മൃഗശാലകൾ തന്നെയാണ്. മൃഗശാലയിലാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അതുകൊണ്ട് തന്നെ കുറേയധികം ഗവേഷകർക്ക് ഒരേ സമയത്ത് ഓരോ മൃഗങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ടോർട്ടോസ് അല്ലെങ്കിൽ ആമകൾ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്. നോർമലി എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരുന്ന ആ ടോർട്ടോയ്സുകൾ പെട്ടെന്ന് സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസമായിരുന്നു. സൂര്യഗ്രഹണം മാറിയ സമയത്ത് അവ എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതേപടി മാറുകയായിരുന്നു. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുക, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ എത്തുക, അത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു. അതേ സൂവിൽ തന്നെ ഉണ്ടായിരുന്ന ജിറാഫുകൾ, അവയ്ക്ക് ശരിക്കും പരിഭ്രാന്തിയാണ് തോന്നിയത്. നോർമലി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നിന്ന ജിറാഫുകൾ പെട്ടെന്ന് സൂര്യഗ്രഹണം സംഭവിച്ചപ്പോൾ വട്ടത്തിൽ ഓടുകയും നടക്കുകയും ഒക്കെയാണ് ചെയ്തത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. രാത്രിയല്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ബെയറുകൾ അല്ലെങ്കിൽ കരടികൾ, അവയ്ക്ക് ഒരു രീതിയിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. സൂര്യഗ്രഹണം നടക്കുന്നതിന് മുൻപ് എങ്ങനെയാണോ അവ പെരുമാറിയത് അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തുടർന്നുകൊണ്ട് തന്നെ പോവുകയായിരുന്നു. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ച ആ സൂയിലെ മൃഗങ്ങൾ 75% മൃഗങ്ങളും കരുതിയത് രാത്രിയായി എന്നാണ്. അവർ ഉറങ്ങാനായിട്ടുള്ള പരിപാടിയിലേക്കൊക്കെ കടക്കുകയായിരുന്നു. പ്രത്യേകിച്ചും മൂങ്ങകൾ അവിടെ ഉണ്ടായിരുന്നു. ആ മൂങ്ങകൾ രാത്രിയിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിലേക്ക് തന്നെ മാറുകയായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ഉടുമ്പുകൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഉടുമ്പ് അലസമായിട്ട് തന്നെ ഒരു സ്ഥലത്ത് കിടക്കുകയോ അല്ലെങ്കിൽ അത് സഞ്ചരിക്കുകയോ ഒക്കെ ആയിരിക്കും. പക്ഷേ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് അതിതീവ്രമായ വേഗതയിൽ അവ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടാൻ ശ്രമിക്കുന്നതാണ്. സൂര്യഗ്രഹണം മാറിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ അലസനായിട്ട് നടക്കുന്നതാണ്. മൃഗങ്ങൾക്ക് എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിൽ പലരും വളരെയധികം വേഡായിട്ട് പെരുമാറുന്നതെന്നൊന്നും നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധ്യമായിട്ടില്ല. പക്ഷേ ഗവേഷകരുടെ ചില നിഗമനങ്ങളൊക്കെയുണ്ട്. അതനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൂടിയാണ്. അത് നമുക്ക് മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പക്ഷേ മൃഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഇരുട്ടാകുന്നു, അതിനുശേഷം വീണ്ടും വെളിച്ചമുണ്ടാകുന്നു. കുറേയധികം മൃഗങ്ങൾക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് 75% എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി അവശേഷിക്കുന്ന 25% മൃഗങ്ങൾ, അവയ്ക്ക് ഒരു പ്രത്യേക സെൻസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഈ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ അവയുടെ ഫോട്ടോസിന്തസിസ് നിർത്തുന്നതാണ്. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അത് ഒരു പക്ഷേ കുറേയധികം ജീവജാലങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്ന് അയോണോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അയോണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഒരു അന്തരീക്ഷത്തിൻ്റെ പാളിയാണ്. അന്തരീക്ഷത്തെ നമുക്ക് പല പാളികളായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിലെ ഒരു പാളിയാണ് അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. സൂര്യൻ്റെ പ്രകാശം വന്ന് പതിക്കുന്നത് കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ ആറ്റംസ്, ആ ആറ്റംസ് ചാർജുള്ള അയോൺസ് ആയിട്ട്
മാറുന്ന ഒരു പ്രക്രിയയാണ്. ഏതാണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 60 കിലോമീറ്റർ മുതൽ ഒരു 300 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ പ്രദേശത്ത് തന്നെയാണ് ഈ അയണോസ്ഫിയർ ഉള്ളത്. ഈ അയണോസ്ഫിയറിൽ പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ തണുത്തു പോകുന്നതാണ്. അങ്ങനെ തണുത്തു പോകുന്നതിനെ തുടർന്ന് അവിടെ അയണോസ്ഫിയറിക് ഹോൾസ് ഉണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഗ്രാജുവലി സൂര്യൻ്റെ പ്രകാശം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് ഹോൾസുകൾ ഉണ്ടാകുന്ന പ്രതിഭാസം സംഭവിക്കുന്നില്ല. പക്ഷേ പകൽ സമയത്ത്, പ്രത്യേകിച്ചും ഉച്ച സമയത്തൊക്കെ സൂര്യഗ്രഹണം നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു താപ വ്യതിയാനം ഉണ്ടാകും. അതിനെ തുടർന്നാണ് അയണോസ്ഫിയറിക് ഹോൾസ് ഉണ്ടാകുന്നത്. ഈ അയണോസ്ഫിയറിക് ഹോൾസ് പല ഫാക്ടറികൾ സൃഷ്ടിക്കുന്നതാണ്. ആ ഫാക്ടറികളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ അത് നമ്മുടെ ഭൂമിയിലുള്ള വാതകങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കുന്നതാണ്. അതായത് കാറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ്. മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നത്ര വ്യത്യാസമില്ല, പക്ഷേ ചില മൃഗങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ആ വ്യത്യാസങ്ങളാണ് ഈ 25% വരുന്ന ജീവജാലങ്ങളിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നത്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ നിലവിലുള്ള പഠനത്തിൻ്റെ ഫലമായിട്ട് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ചില അനുമാനങ്ങൾ മാത്രമാണ്. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഒരു സൂര്യഗ്രഹണം നടന്നിരിക്കുകയാണ്. ആ സൂര്യഗ്രഹണത്തെ പഠനത്തിന് വിധേയമാക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള 3 പ്രോജക്റ്റുകളാണ് നടത്തുന്നത്. ആ 3 പ്രോജക്റ്റുകളും ഈ ആനിമൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അതിലൊരെണ്ണം നാസയുടെ തന്നെ ഒരു പ്രോജക്റ്റാണ്. അത് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ഒരു പഠനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം ഗവേഷകർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അതിനു പുറമെ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത മൃഗങ്ങളുടെ കുറേയധികം ബിഹേവിയറുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് ശാസ്ത്ര പ്രബന്ധമായിട്ട് വരാൻ കുറച്ചധികം സമയമെടുക്കും. അതിൻ്റെ എക്സ്പെരിമെൻ്റ് പെട്ടെന്ന് തന്നെ നടക്കും. പക്ഷേ ആ ഡേറ്റയൊക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് അത് പ്രബന്ധമാക്കി അത് പബ്ലിഷ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്ത് പിയർ റിവ്യൂവിലൂടെയൊക്കെ കടന്നുപോയി അത് ഒടുവിൽ പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം 6 മാസമോ 8 മാസമോ ഒരുപക്ഷെ 1 വർഷം വരെ കഴിഞ്ഞുവെന്ന് വരാം. 2017 നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് ശരിക്കും പബ്ലിഷ് ചെയ്തു വന്നത് 2020 കാര്യം കൂടി ഓർക്കണം. എന്തായാലും ആ ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാനും നമ്മുടെ ചാനലിലെ ചില സബ്സ്ക്രൈബേഴ്സും കൂടി ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് എന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ച് വിത്ത് മീ സെഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തത്. നിങ്ങൾക്കും അത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനും ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്.